മലയാളത്തിൽ അടുത്തിടെ ചർച്ച ചെയ്യപ്പെട്ട ചാനലുകളിൽ ഒന്നായ KL ബ്രോ ബിജു ഋത്വിക് ചാനൽ പുറത്തുവിടുന്ന കാര്യങ്ങൾ സത്യമല്ലേ? അടുത്തിടെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട മലയാളം യൂട്യൂബറാണ് KL ബ്രോ ബിജു ഋത്വിക് ചാനൽ. 50 മില്യൺ സബ്സ്ക്രൈബേഴ്സ് നേടി യൂട്യൂബിന്റെ പ്രത്യേക ക്രിയേറ്റർ അവാർഡ് നേടി ഇവർ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഈ വിശേഷങ്ങളും യൂട്യൂബ് അവാർഡുകളുമെല്ലാം ഇവർ യൂട്യൂബ് വീഡിയോയായും ഷോർട്ട് വീഡിയോ ആയും പ്രദർശിപ്പിച്ചിരുന്നു. ഇതേ തുടർന്ന് സോഷ്യൽ മീഡിയ ഇന്റർവ്യൂസ് ഉൾപ്പെടെയുള്ളവ പുറത്തു വരികയും ചെയ്തിരുന്നു. ഒപ്പം ഇവരെക്കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലും സജീവമായി. ഇതോടൊപ്പം ചില ചോദ്യങ്ങളും ഇവരെക്കുറിച്ചുണ്ടായി. ആ സംശയങ്ങൾ ഇതൊക്കെയാണ്. ഇന്ത്യയിൽ ആദ്യമായി ഈ അംഗീകാരം ലഭിക്കുന്ന യൂട്യൂബർ ആണ് എന്ന് യൂട്യൂബ് മേധാവികൾ തന്നെ പറഞ്ഞു എന്നായിരുന്നു ഇവരുടെ ഒരു പരാമർശം. എന്നാൽ ഇന്ത്യയിൽ 50 മില്യണിലധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള മറ്റ് ചാനലുകൾ ഉണ്ടെന്നാണ് ഒരു കൂട്ടരുടെ കണ്ടെത്തൽ. അതിനാൽ എങ്ങനെയാണ് ആദ്യ ഇന്ത്യൻ യൂട്യൂബർ എന്ന് പറയാൻ കഴിയുക എന്നാണ് ഇവരുടെ സംശയം. മറ്റു ചിലർക്ക് ടോപ്പ് ഇന്ത്യൻ യൂട്യൂബ് ചാനലുകളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ KL ബ്രോ ബിജു ഋത്വിക് ചാനൽ അതിൽ ഇല്ല എന്നതാണ് പരിഭവം. ഇതിന്റെ യാഥാർത്ഥ്യം ഇങ്ങനെ: ഇന്ത്യയിൽ നിലവിൽ ഉയർന്ന സബ്സ്ക്രിപ്ഷൻ കൗണ്ടുള്ള നിരവധി ചാനലുകളുണ്ട്. ഇന്ത്യയിലെ ചാനലുകളുടെ ലിസ്റ്റ് എടുത്താൽ അവയിൽ 17നും 20നും ഇടയിലുള്ള ഒരു സ്ഥാനമാകും നിലവിൽ ഈ ചാനൽ ഉണ്ടാവുക. പക്ഷേ അവയെല്ലാം കോർപ്പറേറ്റ് ചാനലുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനികളുടെ ചാനലുകളാണ്. അതായത് ടി സീരീസ്, സോണി, സി മ്യൂസിക് തുടങ്ങിയവയൊക്കെയാണ് ഈ ചാനലുകൾ. എന്നാൽ വ്യക്തികളോ ഫാമിലി ഗ്രൂപ്പുകളോ നടത്തുന്ന ഇന്ത്യൻ ചാനലുകളിൽ KL ബ്രോ ബിജു ഋത്വിക് തന്നെയാണ് മുന്നിൽ. അതിനാൽ തന്നെ ആ അവകാശവാദം ശരിയുമാണ്. തൊട്ടു പിന്നാലെ മറ്റൊരു വ്യക്തിഗത ചാനൽ പിന്തുടരുന്നുണ്ട്. ആചാര്യ പ്രശാന്ത് എന്ന പേരിലാണ് ആ ചാനൽ. ആ ചാനലും നിലവിൽ 50 മില്യൺ കടമ്പ കടന്നിരിക്കുന്നു. പിന്നീടുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഈ ചാനൽ ഇന്ത്യൻ ചാനലുകളുടെ റാങ്കിംഗ് ലിസ്റ്റിൽ കാണുന്നില്ല എന്നതാണ്. ഈ കാര്യം മുൻപൊരു വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. വളരെ ചുരുക്കി പറഞ്ഞാൽ പ്രസ്തുത ചാനലിൽ രാജ്യമേത് എന്നത് ദൃശ്യമല്ല. അതുകൊണ്ട് തന്നെ രാജ്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ലിസ്റ്റിലും ഈ ചാനൽ ഇടം പിടിക്കില്ല. ഇതിൽ കൂടുതൽ അറിയാൻ മുൻപ് ചെയ്ത വീഡിയോ കണ്ടാൽ മതിയാകും. മറ്റൊന്ന് യൂട്യൂബ് റവന്യൂ വിഷയത്തിലാണ്. ഇത്രയേറെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലിൽ വരുമാനം എത്ര വലുതായിരിക്കുമെന്നും ഇത്ര വരുമാനമുണ്ടായിട്ടും ഇവർ ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നു എന്നുമാണ് ഒരു കൂട്ടരുടെ കണ്ടെത്തൽ. എന്നാൽ ചാനലിൽ നിലവിൽ യൂട്യൂബ് റവന്യൂ കൂടുതൽ എത്തിക്കുന്നത് ലോങ് ഫോർമാറ്റ് വീഡിയോകൾ തന്നെയാണ്. എന്നാൽ ഈ ചാനലിൻ്റെ ലോങ് ഫോർമാറ്റ് വീഡിയോകൾക്ക് താരതമ്യേന റീച്ച് കുറവാണ്. അതിനാൽ തന്നെ റവന്യൂ കുറവാകാനാണ് സാധ്യത. ഷോർട്ട് വീഡിയോകൾക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുവരാനും ചാനലിന് റീച്ച് തരാനുമാണ് കൂടുതൽ സാധ്യതയുള്ളത്. മറ്റ് യൂട്യൂബേഴ്സ് കൊളാബുകളും പ്രൊമോഷനുകളും ഒക്കെയായി യൂട്യൂബ് റവന്യൂവിന് പുറത്ത് പണമുണ്ടാക്കാറുണ്ട്. എന്നാൽ ഇവർ ഇത്തരം വീഡിയോകൾ ചെയ്യാറില്ല, അല്ലെങ്കിൽ വളരെ വിരളമായേ ചെയ്യാറുള്ളൂ. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടും ഇവരുടെ ചാനലിൻ്റെ റവന്യൂ മറ്റ് ചാനലുകളെ അപേക്ഷിച്ച് കുറവായിരിക്കും. ഏതായാലും നിലവിൽ KL ബ്രോ ചാനലിനെ കുറിച്ച് പറയുന്ന ഈ കാര്യങ്ങൾ അവിശ്വസിക്കേണ്ട സാഹചര്യമില്ല. നിങ്ങൾ KL ബ്രോ ബിജു ഋത്വിക് ചാനലിന്റെ പ്രേക്ഷകരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനലിനെ പ്രിയപ്പെട്ടതാക്കുന്നത് എന്താണ് എന്ന് കമന്റ് ചെയ്യൂ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പമുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക.